കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഹോക്കി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ലോകകപ്പിലെ വെങ്കലം കഴുത്തിലണിയുമ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം ആ ടീമിനെ പരിശീലിപ്പിച്ചത് നമ്മുടെ സ്വന്തം ശ്രീജേഷാണ്. ടോക്കിയോ ഒളിമ്പിക്സിലും പാരീസ് ഒളിമ്പിക്സിലും വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഗോൾവല കാത്ത പ്രതിഭ. 2016 റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ നായകൻ. തിരുവനന്തപുരം GV രാജ സ്കൂളിൽ അത്ലറ്റിക്സ് താരമാകാനെത്തിയ പയ്യൻ ഹോക്കിയിലേക്ക് തിരിഞ്ഞത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അധികം അധ്വാനമില്ലാത്ത പണി നോക്കിയാണ് ഹോക്കി ഗോൾ കീപ്പറായതെന്ന് ശ്രീജേഷ് പറയുമെങ്കിലും ദൈവം ശ്രീജേഷിനെ ഹോക്കി ഗോൾ കീപ്പറാക്കാൻ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. നല്ലൊരു പ്ലേയിങ് കിറ്റ് വാങ്ങാൻ പണമില്ലാതെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ശ്രീജേഷ്. തുന്നലഴിഞ്ഞ പാഡുകളുമായാണ് തുടക്കകാലത്ത് ദേശീയ ക്യാമ്പിൽ പരിശീലിക്കേണ്ടി വന്നത്. മകന്റെ സങ്കടം കണ്ട പിതാവ് ശ്രീ രവീന്ദ്രൻ വീട്ടിലെ ആകെ വരുമാനമായിരുന്ന പശുവിനെ വിറ്റാണ് മകനൊരു നല്ല കിറ്റ് വാങ്ങി നൽകിയത്. കളിയോടുള്ള അർപ്പണബോധം തന്നെയാണ് ശ്രീജേഷിനെ 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ഏക മലയാളിയാക്കിയത്. തനിക്ക് ലഭിച്ച തിളക്കങ്ങളിൽ അപരമിച്ചിരിക്കുകയല്ല ശ്രീജേഷ്. പുതിയ തലമുറയ്ക്ക് തൻ്റെ അറിവും പരിചയസമ്പത്തും പകർന്നു നൽകുക എന്ന വെല്ലുവിളിയാണ് ജൂനിയർ ടീം കോച്ച് എന്ന നിലയിൽ ഏറ്റെടുത്തത്. ജൂനിയർ ഏഷ്യ കപ്പിൽ സ്വർണവും സുൽത്താൻ ജോഹർ കപ്പിൽ വെള്ളിയും നേടിയതിന് പിന്നാലെയാണ് ശ്രീജേഷിന്റെ ശിഷ്യർ ലോകകപ്പിൽ വെങ്കലം നേടിയത്. തനിക്ക് നേടാനാകാത്ത ഒളിമ്പിക് സ്വർണം ശിഷ്യരിലൂടെ നേടിയെടുക്കുന്ന അമരക്കാരനായി ശ്രീജേഷിനെ നമുക്ക് കാണാം. ബൈ.